സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about mole concept, gram molecular mass, formula mass. We have discussed almost all the basic concept which is necessary for when we get a atom or a molecule. ഒരു മോളിക്യുലർ ആറ്റത്തിനെ കുറിച്ചുള്ള കുറേ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറി. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ച ഡൗട്ട് എന്താ വെച്ചാൽ എന്താണ് ഈ മോളാർ മാസ് എന്നുള്ളതാണ്. അതൊന്നുകൂടെ ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ എന്താ പറഞ്ഞത്, ഒരു മോൾ അല്ലേ, ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാർട്ടിക്കിളിൽ 6.022 × 10⁻23 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അതിൽ ഒരു മോൾ പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ആറ്റത്തിനും ആറ്റോമിക് മാസ് ഉണ്ട്, നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ്. സോ നമുക്ക് ആ നെഗ്ലിജിബിൾ കാൽക്കുലേഷന് പറ്റാത്തത് കൊണ്ട് വി ആർ റിലേറ്റിംഗ് ഇറ്റ് വിത്ത് കാർബൺ 12ൻ്റെ ഒരു ഭാഗം, അതായത് 1/12 ആണ്. അതായത് 12 കഷ്ണമാക്കിയ ഒരു കാർബൺ ഉണ്ട്, അതിൻ്റെ 1/12 എടുത്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ് ആറ്റോമിക് മാസ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. എന്തായിരുന്നു നമ്മൾ ആറ്റോമിക് മാസിന് ആറ്റോമിക് മാസ് യൂണിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് അതിന് ഗ്രാം ആറ്റോമിക് മാസ് ഉണ്ട്, GAM എന്ന് പറഞ്ഞാൽ ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. അതേപോലെ തന്നെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. അതായത് കാർബൺ എന്ന് പറഞ്ഞ ആറ്റവും ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആറ്റവും കൂടെ ഓക്സിജൻ എന്ന് പറഞ്ഞ ആളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതെന്തായി, ഒരു മോളിക്യൂളായി. ഇവർക്കും ഒരു മാസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, കാർബണിൻ്റെ ആറ്റോമിക് മാസ് പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് അവരുടെ എന്ത് കിട്ടും, മോളിക്യൂളാർ മാസ് കിട്ടി അല്ലേ. കാർബണിൻ്റെ A ആണ് ആറ്റോമിക് മാസ് എങ്കിലും ഓക്സിജൻ്റെ B ആണ് ആറ്റോമിക് മാസ് എങ്കിലും ഇതൊക്കെ നമ്മൾ ആഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് മോളിക്യൂളാർ മാസ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു, ജസ്റ്റ് മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. എന്ത്, ഗ്രാം മോളിക്യുലാർ മാസ്. ഈ മോളിക്യുലാർ മാസിനും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ശരിക്കും എന്തിലാണ്, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അപ്പം നമ്മൾ അതിന് ജസ്റ്റ് ഒന്ന് ഗ്രാമിലേക്ക് പറയുന്നതാണ് എന്ത്, ഗ്രാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഗ്രാം മോളിക്യുലാർ മാസ്. പിന്നെ നമ്മളോട് പറഞ്ഞു എന്താണ് ഈ മോളാർ മാസ് എന്നുള്ളത്. ഇതാണ് ആരോ കൺഫ്യൂഷൻ ചോദിച്ചത്. മോളാർ മാസ് ഒന്നുമില്ല, നമുക്കറിയാം ഏതൊരു പാർട്ടിക്കിളിൻ്റെ ഗ്രാം മോളിക്യുലാർ മാസും ഇസ് ഈക്വൽ ടു അവോഗാഡ്രോ നമ്പറാണ് അല്ലേ. ഏതൊരു പാർട്ടിക്കിളിൻ്റെയും ഗ്രാം മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് മോളിക്യുലാർ അവയുടെ അവോഗാഡ്രോ നമ്പറാണ്. അപ്പം ഒരു മോൾ ഓഫ് എനി പാർട്ടിക്കിളിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ്. അപ്പം നമുക്കറിയാം ഒരു മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്, അതിൻ്റെ 1 GAM ആണ്. ഈ ഗ്രാം മോളിക്യുലാർ മാസ്. ഈ ഗ്രാം മോളിക്യുലാർ മാസ് തന്നെയാണ് എന്ത്, 1 മോൾ കാർബൺ. ഈ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ഗ്രാം മോളാർ മാസായി. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. മോളിക്യുലാർ മാസിനെ തന്നെയാണ് നമ്മൾ എന്തായിട്ടും പറയുന്നത്. അതായത് ശരിക്കും ഡെഫിനിഷൻ പ്രകാരം 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്, അതായത് 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മോളാർ മാസ് ഓഫ് വാട്ടർ മോളിക്യൂൾ. അപ്പം മോളിക്യുലാർ മാസ് ഓഫ് വാട്ടർ ഇസ് 18 ആണ്. അതുതന്നെയാണ് മോളാർ മാസ് ഓഫ് വാട്ടർ, അതായത് 18 ഗ്രാം എന്ന് പറയുന്നത്. അത്ര കാര്യമില്ല, അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ളതൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഞാൻ ഇന്ന് എടുക്കുന്നത് 3 ടോപ്പിക്സ് എടുക്കാൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, പെർസെൻറ്റേജ് കോമ്പോസിഷൻ, സെക്കൻഡ് വൺ ഇസ് empirical formula, and next comes മോളിക്യുലാർ ഫോർമുല. ഇതൊക്കെ വെച്ചിട്ട് ഇത് എനിക്ക് പറയാൻ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും. ബട്ട് എവിടെയാ പ്രശ്നം വരാനൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യും. അത്
പ്രോബ്ലംസ്, നല്ലവണ്ണം പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റില്ല. 3 to 4 മാർക്സിനൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചോദിക്കുക. അപ്പം പറയുന്ന കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി അതിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്ട്രാ എക്സാമ്പിൾസും നിങ്ങൾ ചെയ്തിരിക്കണം. ഞാനും തരും, ബട്ട് യു ഹാവ് ടു. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്, നിങ്ങൾക്കറിയാം എൻട്രൻസും കാര്യങ്ങൾക്കൊക്കെ. സോ യു ഷുഡ് ബി വെരി തറോ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. കാരണം എനിക്ക് ഇവിടെ കാണിക്കാൻ സിമ്പിളാണ്, ഞാൻ ഇവിടെ ഫൈനൽ ആൻസറേ തരുള്ളൂ. ബട്ട് യു പീപ്പിൾ ഹാവ് ടു ഗോ ടു ദ എൻട്രൻസ്. നിങ്ങൾ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ്റെ സ്പീഡൊക്കെ വരണം. അപ്പം നിങ്ങൾ ഇപ്പോഴേ അതെന്താണ്, നിങ്ങൾ ട്രെയിൻഡ് ആവണം. എങ്ങനെ സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എങ്ങനെ, അതൊക്കെ നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് പ്രോബ്ലം ഒരിക്കലും നോക്കി വായിക്കരുത്. യു ഹാവ് ടു ടേക്ക് എ ബുക്ക് ആൻഡ് പേപ്പർ ആൻഡ് റൈറ്റ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി തന്നെ പഠിക്കുക, പിന്നെ സ്പീഡപ്പ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പസിഷൻ. നമുക്ക് അസലായിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ. എന്താണ് പെർസെൻറ്റേജ് കോമ്പസിഷൻ? നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ അല്ലേ. എന്താണ് ഒരു പെർസെൻറ്റേജ്? അപ്പം അത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം എനിക്ക് മാത്സിൽ 50ൽ 30 കിട്ടുമെന്ന് വിചാരിക്കാം. 30 കിട്ടി. അപ്പം നമ്മളിത് പേഴ്സൻറ്റേജിലാണ് പറയല്ല. അത് എനിക്ക് 30 മാർക്ക് ഓഫ് 50. നിങ്ങൾ എന്ത് ആനുവൽ എക്സാമിനൊക്കെ പേഴ്സൻറ്റേജിലല്ല. നിങ്ങളെങ്ങനെയാണ് പേഴ്സൻറ്റേജ് കാണുക? പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും 100 കൊണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് കിട്ടിയ മാർക്ക് ഞാൻ ആദ്യം മുകളിൽ എഴുതും അല്ലേ. എനിക്കിപ്പോൾ 30 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. 50ലാണ് എനിക്ക് കിട്ടിയത്, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാം എനിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി, 60% മാർക്ക്. അതായത് 100ൽ എനിക്ക് 60% ആണ് അല്ലേ. 100ൽ എനിക്ക് എത്ര കിട്ടിയത്? 60%. ഇനി ഇതേപോലെ ഒരാൾക്കാണ് നമുക്ക് 40ലാണ് ടെസ്റ്റ് പേപ്പർ എടുത്തത്, അതിൽ എനിക്ക് 20 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ വാട്ട് ഐ ഹാവ് ടു ഡു? കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ എത്ര ഇതിലാണ് നമ്മൾക്ക് ഹോൾ, അതായത് നമ്മൾ മൊത്തത്തിൽ എത്രയിലാണ് ആ ടെസ്റ്റ് പേപ്പർ എടുത്തത്, ഇൻറ്റു 100. അപ്പം നമുക്കറിയാം ഇറ്റ് ഈസ് 50% അല്ലേ. ഇതെല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലിമെൻറ്റ്സ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എൻ എലിമെൻറ്റ് അതെന്തിനായിരിക്കും അല്ലേ. അപ്പോൾ ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമുക്ക് എന്താ തരുന്നതെന്ന് വിചാരിച്ചാൽ, ഇറ്റ് ഗീവ്സ് ദി മാസ് ഓഫ് എ പെർട്ടിക്കുലർ എലിമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. ഇറ്റ് ഗീവ്സ് ദി പെർസെൻറ്റേജ്, അത് പെർസെൻറ്റേജിലാണ്, എന്ത് പെർസെൻറ്റേജ്? മാസ് ഓഫ് ദാറ്റ് എലിമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. ആ ഒരു കോമ്പൗണ്ടിൽ എത്ര പെർസെൻറ്റേജിൽ ഈച്ച് എലിമെൻറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാല്യൂ ആണ് നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ അല്ലേ. ഇത് മെയിൻലി ഇപ്പം നിങ്ങൾക്കൊരു ടീച്ചർ നിങ്ങളുടെ അടുത്തൊരു കോമ്പൗണ്ട് തന്നു കേട്ടോ. ടീച്ചർ പറയും ഇറ്റ്സ് എ കോമ്പൗണ്ട്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഏന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ്, നിങ്ങൾക്കറിയില്ല അതിൽ ഏതൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു ദിസ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എന്താണ് ഇതിൽ? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ടെന്ന് നമ്മൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ +2ൻ്റെ ലാബിൽ ചെയ്യും. ഹൈഡ്രജൻ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് എലിമെൻറ്റ്സ് തന്നിട്ട് പിന്നെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിലെ പോസിറ്റീവ് അയൺസിനെയും നെഗറ്റീവ് അയൺസിനെയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ +2ൽ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുള്ള വേഷനിൽ, അതായത് നമ്മളിപ്പം വലിയ ലാബിലും കാര്യമായിട്ട് കെമിസ്ട്രികളാണ് കാര്യമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ കോമ്പൗണ്ട്സ് കുറേ കിട്ടും. അപ്പോൾ നമ്മൾക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പേഴ്സൺ, ഇതിൽ എന്തൊക്കെ എലിമെൻറ്റ്സ് ഉണ്ട് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിൽ ഓരോ എലിമെൻറ്റ്സിൻ്റെ ഈ പെർസെൻറ്റേജ് നോക്കും. അതായത് ടോട്ടലിൽ ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ടോട്ടലിൽ ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം നമുക്ക് കിട്ടി എ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജും ബി എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്കറിയാം ആ കോമ്പൗണ്ടിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ. ഫ്രം ദാറ്റ് വി ക്യാൻ ജനറലൈസ് their molecular formula. അവർ ഏത് കോമ്പൗണ്ട് ആണെന്നുള്ളത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിച്ച്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us to learn പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം അത് കണ്ടുപിടിക്കുന്നത്? നെക്സ്റ്റ്, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എൻ എലിമെൻറ്റ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്തായിരുന്നു ഒരു എലിമെൻറ്റിൻ്റെ? ഇറ്റ് ഗിവ്സ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് എലിമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ ആ എലിമെൻറ്റിൻ്റെ മാസിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തരുന്നത്. സോ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ദി എലിമെൻറ്റ് ഓർ മാസ് പെർസെൻറ്റേജ് ഓഫ് ദി എലിമെൻറ്റ് ഇസ് ഈക്വൽ ടു mass of the element in the compound divided by molar mass of the compound. ശ്രദ്ധിക്കണം, mass of the element in the compound divided by molar mass of the compound into 100.
അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവണം. വി ഷുഡ് ഡു വൺ എക്സാമ്പിൾ. സോ വി വിൽ ഡു an example of water. വാട്ടറിൽ we have to find out the percentage composition of hydrogen and oxygen. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ. നമുക്ക് മോളാർ മാസ് ഓഫ് വാട്ടർ ഇസ് 18.02 gram ആണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ആദ്യം ചെയ്യണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് 1.008 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 × 1.008 ഡിവൈഡഡ് ബൈ 18.02 × 100. അപ്പോൾ നമുക്ക് കിട്ടും 11.18%. 11.18%. Now I have to find out the percentage composition of oxygen. That is equal to mass of oxygen is 16.0020 gram divided by 18.02 gram into 100. Then I will be getting 88.79%. So നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ ഈസി ആയിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ എപ്പോഴും നോക്കണം എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ എലിമെൻറ്റ്സും. സോ വിൽ ഗോ വിത്ത് വൺ. നമ്മൾ ചെയ്യുന്നത് എത്തനോൾ ഓർമ്മയുണ്ടോ? SSLCയിലും നിങ്ങൾ 10th CBSEക്കാരാണെങ്കിൽ യു ഹാവ് ലേൺഡ് ആൽക്കൈൻ ഒക്കെ അല്ലേ? അതിൽ മെത്ത്, എത്ത്, പ്രൊപ്പനോളൊക്കെ പഠിച്ച് നമ്മൾ ഒന്നുകൂടെ അതൊക്കെ റിഫ്രഷ് ചെയ്യും കേട്ടോ. So this is the formula of ethanol. We have to find out the composition of carbon, hydrogen and oxygen, percentage composition of all these elements in this. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം മോളാർ മാസ് ഓഫ് എത്തനോൾ കണ്ടുപിടിക്കും അല്ലേ? എത്തനോളിൻ്റെ മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2. എത്ര കാർബൺ ഉണ്ട് അതിൽ? 2 കാർബൺ. 2 × അറ്റോമിക്, അതായത് മാസ് ഓഫ് കാർബൺ ഇസ് 12.01 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ ഒന്നുകൂടെ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 6 ഹൈഡ്രജൻ × 1.008 പ്ലസ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി അടുത്തത് ഒരു ഓക്സിജനും ഉണ്ട്, 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 16.00. സോ വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് 46. ഞാൻ പറഞ്ഞു എനിക്ക് എളുപ്പമാണ്, ബുക്ക് നോക്കിയിട്ട് കാൽക്കുലേഷൻ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കണം. സോ യു ഹാവ് ടു ബി വെരി തറോ വിത്ത് ദ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ഒക്കെ സ്പീഡായിട്ട് ചെയ്ത് പഠിക്കണം. സോ വിൽ ബി ഗെറ്റിംഗ് 46.068 gram. Now what we have to do, നമുക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ നമുക്കറിയാം. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഒരു കാർബണ് 12 ആണ്, 12.01 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവരെ മോളാർ മാസ്? 0.068 × 100. So we are getting 52.14%. മാസ് ഓഫ് ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഒറ്റ ഓക്സിജൻ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? മാസ് ഓഫ് ഓക്സിജൻ 16.00 gram and the molar mass is 46. Molar mass of ethanol into 100 is equal to, നമുക്ക് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ 34.73%. സോ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിത് നോക്കി കോപ്പി ഡൗൺ ചെയ്യാനേ ഉള്ളൂ, എന്ത് ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ. ബട്ട് യു പീപ്പിൾ ഹാവ് ടു ഡു ഇറ്റ് വെരി പ്രോപ്പർലി. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടൊക്കെ, കാരണം ഞാൻ പറഞ്ഞു എൻട്രൻസ് എക്സാം ഒക്കെ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡു എവറിത്തിങ് ബൈ കാൽക്കുലേഷൻ. അപ്പോൾ അല്ലാതെ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ സോ എന്ത് ചെയ്യണം, ഇത് ഈ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. സോ ദി പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഹൈഡ്രജൻ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 5 + 1 6. അപ്പോൾ 6 × 1.008 gram ഡിവൈഡഡ് ബൈ 46.068 gram into 100. That is equal to 13.13%. So I can say the percentage of carbon is 52.14%. Percentage of oxygen is 34.73 and percentage of hydrogen is 13.13%. So we got all the percentage composition of each and every element in this compound. Clear ആയല്ലോ? നെക്സ്റ്റ് ഇതിലും ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഇസ് എംപിറിക്കൽ ഫോർമുല. എന്താണ് എംപിറിക്കൽ ഫോർമുല? എന്താണ് ഈ എംപിറിക്കൽ ഫോർമുല? എംപിറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 or more elements combine together to form a compound അല്ലേ? 2 അതിലകമോ എലിമെൻറ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് കോമ്പൗണ്ട്സ് കിട്ടുന്നത്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. വാട്ടറും ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ട്.
അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുല എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഗിവ്സ് ദി റേഷ്യോ ഓഫ് ദി, പ്രത്യേകം ശ്രദ്ധിക്കണം, ദേ ഗിവ് ദി റേഷ്യോ ഓഫ് ദി എലിമെന്റ്സ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. അതായത് ഒരു എലിമെന്റിൽ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന എലിമെന്റ്സിന്റെ റേഷ്യോ ആണ് ആര് തരുന്നത്? ഈ ഒരു എംപിരിക്കൽ ഫോർമുല. ഇപ്പം നമുക്കറിയാം H2O എന്ന് പറഞ്ഞാൽ ഇതിൽ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇസ് 2:1. ഇതിന്റെ റേഷ്യോ എങ്ങനെയാ? നമുക്കറിയാം 2:2 ആണ്. പക്ഷേ നമ്മൾ എന്ത് കണ്ടു? ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെയും ഹൈഡ്രജന്റെ റേഷ്യോ 2:2. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ എങ്ങനെയാണോ എഴുതുക? നമ്മൾ എന്താ ചെയ്യുക? വി വിൽ ഫൈൻഡ് ഔട്ട് ദി കോമൺ ഫാക്ടർ ഇൻ ദിസ്. അല്ലെ, ഇതിൽ ഏതാ കോമൺ ഫാക്ടർ? രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് 2 ആണ്. സോ വിൽ ടേക്ക് ദാറ്റ് 2 ഔട്ട്സൈഡ്. 2 കോമൺ ആക്കിയത് 2നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വി വിൽ ബി ഗെറ്റിംഗ് ദ റേഷ്യോ ഓഫ് 1:1. അപ്പോൾ എനിക്ക് ഹൈഡ്രജൻ ഓക്സിജൻ 1:1 റേഷ്യോ ആണെങ്കിൽ ഐ ഷുഡ് നോ ദാറ്റ് ദറ്റ് വിൽ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ ആണ് തരുന്നത്. ഇഫ് ഇറ്റ് ഇസ് 2:1 then I know that it is water. അപ്പം എംപിരിക്കൽ ഫോർമുല ജസ്റ്റ് എന്തേ തരുന്നുള്ളൂ? ദേ ആർ ഗിവിംഗ് ദി റേഷ്യോ ഓഫ് ദി എലിമെന്റ്സ്, അതായത് എലിമെന്റ്സ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട്. അപ്പം നമ്മൾ ഇനി ഒരു ഫോർമുലയും കൂടെ എഴുതി കാണിച്ചു തരാം. നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, C6H12O6 അല്ലേ? ഇതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ. ഇറ്റ്സ് എ കോമ്പൗണ്ട് ഫോം ബൈ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നോ ദി റേഷ്യോ എങ്ങനെയാ? 6:12:6. സോ ദ റേഷ്യോ വിൽ ബി 1:2. ഇതിൽ കോമൺ ഫാക്ടർ ആരാ? 6 ഉണ്ട് എല്ലാത്തിലും. അപ്പോൾ 6നെ നമ്മൾ കോമൺ ഫാക്ടർ ഒക്കെ എടുത്താൽ 1:2:1. സോ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഇസ് CH2O. കണ്ടോ? ഇതെന്താണ്? ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ്. അപ്പം നെക്സ്റ്റ് കോൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ? അബൌട്ട് മോളിക്യൂളാർ ഫോർമുല. എന്താണ് മോളിക്യൂളാർ ഫോർമുല? അപ്പോൾ മോളിക്യൂളാർ ഫോർമുല എന്തായിരിക്കും? ഇതാണ് മോളിക്യുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്, ഇതാണ് മോളിക്യുലർ ഫോർമുല ഓഫ് വാട്ടർ, ഇതാണ് മോളിക്യുലർ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. So it gives the exact number of atoms present in an element. Molecular formula, it gives the exact. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് വാട്ടറിൽ. ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 1. So molecular formula gives the exact number of atoms present in a molecule, in a compound, and the empirical formula gives the ratio of the elements present in that. അപ്പോൾ ഈ എംപിരിക്കൽ ഫോർമുലയും ചില കേസിൽ ബോത്ത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല വിൽ ബി സെയിം. ഇപ്പോൾ വാട്ടറിൻ്റെ കേസിൽ അല്ലേ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും സെയിം എന്നില്ലേ? 2:1 ആണ് അവരെ എംപിരിക്കൽ ഫോർമുല. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് HO അല്ലേ? ഹൈഡ്രജൻ 1 ഓക്സിജൻ 1. വാട്ടറിൻ്റെ എംപിരിക്കൽ ഫോർമുല H2O ആണ്. മോളിക്കുലർ ഫോർമുല എന്താണ്? H2. So that many compounds in which both the empirical formula and molecular formula are same. ഇനി എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സോ വി ക്യാൻ സേ ദാറ്റ് മോളിക്കുലർ ഫോർമുല is equal to n into, n can be any number, n into empirical formula അല്ലേ? n into empirical formula. ഇപ്പം ഞാൻ പറയുകയാണ്, നമുക്കറിയാം ഗ്ലൂക്കോസ് C6H12O6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into അല്ലേ? എത്രയാ? 2നെ നമ്മൾ ഈ സബ് കോഎഫിഷ്യൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് 2 അല്ല, നമ്മൾ ഏതാ എടുക്കുക? വി വിൽ ബി മൾട്ടിപ്ലൈങ് ഇറ്റ് വിത്ത് 6. സോ നമുക്ക് എന്ത് കിട്ടി? C6H12O6. So we can say there is a relation between molecular formula and the empirical formula, that is n into empirical formula. We have to multiply this n with the subscript. താഴെയുള്ള നമ്പർ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്കറിയാം H2O ആണ്. സോ 2 into HO എന്ന് പറയുന്നത് H2O2 ആണ്. സോ ദിസ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് ദി മോളിക്കുലർ ഫോർമുല. ഇനി അടുത്ത പ്രശ്നം എന്താ? നമുക്ക് ഇതിൽ വെച്ച് ഡയറക്റ്റ് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ, നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ 1-2 പ്രോബ്ലംസ് എക്സാമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, മാസ് പെർസെൻറ്റേജ്. ഇനി ഇപ്പം ഒരു കോമ്പൗണ്ടിലെ എലിമെൻസിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എനിക്ക് കിട്ടി. So I can easily find out the empirical formula and further molecular formula. എനിക്ക് എംപിരിക്കൽ ഫോർമുലയും കിട്ടും, മോളിക്കുലർ ഫോർമുലയും കിട്ടും. എങ്ങനെ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ കിട്ടിയ ആൾക്കാരെ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഗ്രാംസ്. നമ്മൾ എന്താക്കണം? ഇവരെ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ ഗ്രാം
Next is we have to find out the number of moles. Find out the number of moles. Number of moles, അതായത് ഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണുക? അതായത് ഗിവൺ മാസ്, അതായത് നമുക്കുള്ള മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. ഓരോ ആറ്റങ്ങളുടെയും നമ്മൾ മോൾസ് ആണ്. അപ്പോൾ ആറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം നമുക്കൊരു മോള് കിട്ടും. എന്നിട്ട് നമുക്ക് കുറേ വാല്യൂസ് കിട്ടും. അതിനെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ചെറുതാക്കണം. സോ വി ഷുഡ് അതിൽ ഏറ്റവും സ്മോളസ്റ്റ്, ഇപ്പം എനിക്ക് 2.01, 2.9, 4.3 ഇങ്ങനെയാണ് എനിക്ക് മോൾസ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ പോയിട്ട് കാർബൺ 2.01, ഹൈഡ്രജൻ 2, ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാറുണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അതിനൊരു ഹോൾ നമ്പറിലേക്ക് ആക്കണം. അതിനെ ഹോൾ നമ്പറിലാക്കാൻ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ദിസ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വെച്ചിട്ട് നമ്മൾ അവരൊക്കെ ഡിവൈഡ് ചെയ്യണം. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ഇറ്റ് ടു ദ സ്മോളസ്റ്റ് നമ്പർ, അതായത് ഡിവൈഡ് ദ നമ്പേഴ്സ് വിത്ത് ദ സ്മോളസ്റ്റ് നമ്പർ. ഏറ്റവും സ്മോളസ്റ്റ് ആയുള്ള നമ്പർ വെച്ചിട്ട് നമ്മൾ അവരൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ 2, 4, 3 എന്നൊക്കെ പറഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ കാർബൺ, ഇതാണ് നമ്മുടെ എന്ത്, അപ്പം ഓക്സിജൻ 2, ഇങ്ങനൊരു കോമ്പൗണ്ട് ഇല്ല, ഞാൻ വെറുതെ കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയാൽ ദെൻ ഐ ഗോട്ട് ദ എംപിരിക്കൽ ഫോർമുല. എനിക്ക് എന്ത് കിട്ടി? എംപിരിക്കൽ ഫോർമുല കിട്ടി. ഇത് എംപിരിക്കൽ ആണ്. ഇതെന്താ? ജസ്റ്റ് ഗിവ്സ് ദ റേഷ്യോ ഓഫ് ദി എലിമെന്റ്സ് പ്രസന്റ്. ഇനി നെക്സ്റ്റ് ഞാൻ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കും. എംപിരിക്കൽ ഫോർമുല മാസ് അതെന്താണല്ലേ? മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതേപോലെ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കുക. അതായത് ഇതിൽ 2 കാർബൺ, 4 ഹൈഡ്രോജൻ, 3 ഓക്സിജൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 × 12.020 carbon plus 4 × 1.008 plus 3 × 16. ഇതാണ് എന്ത്? എംപിരിക്കൽ. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. എന്തോ വിചാരിക്കട്ടെ, അപ്പം എനിക്ക് കിട്ടിയത് ഒരു 40 ആണെന്ന് വിചാരിക്കാം. ഇതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് പ്രോബ്ലി യു വിൽ ബി ഗിവിംഗ് വിത്ത് ദ മോളാർ മാസ്. എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഈ മോളിക്യൂറിൻ്റെ മാസ് ഉണ്ടാവും. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പസിഷൻ തന്ന കൂടെ തന്നെ മോളാർ മാസും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മോളാർ മാസും എംപിരിക്കൽ ഫോർമുല മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ക്വസ്റ്റനിൽ തന്നെ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, 2 or 4 എന്തോ ആയിക്കോട്ടെ. വാട്ട് യു വിൽ ബി ഡൂയിങ്? യു വിൽ ബി മൾട്ടിപ്ലൈങ് ദിസ് ഡിജിറ്റ് വിത്ത് ദിസ്. അപ്പോൾ C2H4O3 എന്നുള്ളത് ഇപ്പം എന്താവും? C4H8O6. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ കോമ്പൗണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താ ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ക്വസ്റ്റനിൽ പെർസെൻറ്റേജ് കോമ്പസിഷൻ തന്നിട്ടുണ്ടോ, മോളാർ മാസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഒറിജിനൽ, ഈ എലിമെൻറ്റ്സ് ഒക്കെയുള്ള ഒറിജിനൽ കോമ്പൗണ്ടിൻ്റെ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പെർസെൻറ്റേജ് കോമ്പസിഷനെ ഗ്രാം ആക്കും. ഈ ഗ്രാമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ചിലപ്പോൾ പല 0.24 അങ്ങനെ ഒരു ന്യൂമറിക്കൽ മീൻ ഹോൾ നമ്പർ ആയിരിക്കില്ല. നമുക്ക് ഡെസിമൽസ് ഉള്ള വാല്യൂ, അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ഫോർമുല എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സ്മോളർ ആയിട്ടുള്ള നമ്പർ വെച്ചിട്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഹോൾ നമ്പർ, അതായത് ഡെസിമൽ ഒന്നും ഇല്ലാത്ത നല്ല നമ്പർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ അങ്ങനെ എഴുതി വെക്കും എംപിരിക്കൽ ഫോർമുല ആക്കിയിട്ട്. ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ദ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കും. എംപിരിക്കൽ ഫോർമുല മാസും മോളാർ മാസും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മുടെ ഫോർമുല വെച്ചിട്ട് നമ്മുടെ എംപിരിക്കൽ ഫോർമുലയിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ഒറിജിനൽ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. കിട്ടുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരു the question here, a compound contains 4.07, ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ്? 4.07% ഹൈഡ്രജൻ, 24.27% of carbon and 71.65% of chlorine and the molar mass is 98.96 gram. എല്ലാം തന്നിട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കൺവേർഷൻ ഓഫ് ദി പെർസെൻറ്റേജ് ഇൻ ടു ഗ്രാംസ്. പെർസെൻറ്റേജ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വേഗം എഴുതണം. കൺവേർഷൻ ഓഫ് പെർസെൻറ്റേജ് ഇൻ ടു ഗ്രാം. അപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ 4.67%, 24.27 and 71.65% ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടോട്ടൽ കോമ്പൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100%-ലാണ് ഇതിൽ ഓരോരുത്തരും അല്ലേ. 100% ആയ
ഹൈഡ്രജൻ ഏതോ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജനും കാർബണും ക്ലോറിനും ഉള്ളതിൽ അതിൽ 4% ഹൈഡ്രജനും 24.27% ഓഫ് കാർബണും 71.65% ഓഫ് ക്ലോറിനുമാണ്. അപ്പം നമ്മൾ ഈ പെർസെൻറ്റേജിനെ മൊത്തത്തിൽ 100 ഗ്രാം എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഇത് 100% പറഞ്ഞാൽ 100 ഗ്രാമിൽ എത്ര? 100 ഗ്രാമിൽ 4.07 ഗ്രാം ഹൈഡ്രജനും 24.27 ഗ്രാം ഓഫ് കാർബണും 71.65 ഗ്രാം ഓഫ് ക്ലോറിനും ആണ് അല്ലേ. ഇത് 100% പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുക ഇറ്റ് ഈസ് ദി 100 ഒരു 100 ഗ്രാമിൽ എത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായി mass of hydrogen is equal to 4.07 gram. Mass of carbon is equal to 24.27 gram. Mass of chlorine is equal to 74.65 gram. ഇത്ര എനിക്കറിയാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ്. നമ്മൾ എന്ത് പഠിക്കണം? നമ്പർ ഓഫ് മോൾസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് നമുക്ക് എത്രയാ? 4.07 ഡിവൈഡഡ് ബൈ 1.008. എത്രയായിരുന്നു വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ വളരെ സിമ്പിളാണ്. എനിക്കിത് ഇങ്ങനെ തന്നെ കോപ്പി ഡൗൺ ചെയ്യാനേ ഉള്ളൂ. 4.04 ആണ്. 4.04 മോൾസ് ആണ്. Number of carbon is equal to number of moles of carbon is equal to 24.27 into carbon എത്രയാ? 12.01 gram, that is equal to 2.021, and the number of moles of chlorine is equal to 71.65 divided by 35.453 gram, that is equal to 2.021. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോ നമ്പർ ഓഫ് മോൾസ് 4.04 2.021 എനിക്കിങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫോർമുല എഴുതാൻ പറ്റുമോ? കാർബൺ 4.04 ഹൈഡ്രജൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ കാർബൺ 4.04 ഹൈഡ്രജൻ 2.021 ആൻഡ് ക്ലോറിൻ 2.0 എനിക്കിങ്ങനെ എഴുതില്ല. ഇങ്ങനെ ഒരു ഫോർമുലയും അല്ല. സോ ഐ ഹാവ് ടു അതിനെന്താക്കണം? ചെറുതാക്കണം. എങ്ങനെ? ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വെച്ചിട്ട് ഇവരെല്ലാവരും ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഏതാ സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഉള്ളത്? 2.021. സോ ഐ ഹാവ് ടു ഡിവൈഡ് എവറിത്തിങ്. എല്ലാ ഈ 3 നമ്പറിനെയും 2.0. സോ ഐ വിൽ ബി ഗെറ്റിംഗ് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. Carbon will be 2, hydrogen will be 1, chlorine will be 1. So what is the empirical formula? 2:1:1. അല്ലേ? നമുക്ക് ഹൈഡ്രജൻ ആണ് നമുക്ക് 2 അല്ലേ. സോ കാർബണും ക്ലോറിനും സെയിം നമ്പർ. അപ്പം കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. ഹൈഡ്രജൻ is 2, കാർബൺ 1, ക്ലോറിൻ 1. സോ ദ റേഷ്യോ ഇസ് 1:2:1 ആണ് ഇവരുടെ റേഷ്യോ. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ഇവരെ എംപിറിക്കൽ ഫോർമുല മാസ്, അതായത് 1 into 12.01 plus 2 into 1.008 plus 1 into 35.453. അപ്പോൾ എംപിറിക്കൽ ഫോർമുല മാസ് എനിക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 49.48 ഗ്രാം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് എംപിറിക്കൽ കിട്ടി. അതായത് കാർബൺ ഒരു കാർബൺ ഇൻറ്റു 12.01, 2 കാർബൺ ഇൻറ്റു 1.08, 1 ഇൻറ്റു 35. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 49.489. എന്താണ് അവരെ എംപിറിക്കൽ ഫോർമുല മാസാണ്. മോളാർ മാസ് എനിക്കറിയാം. മോളാർ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 98.96 ഗ്രാം. ഇനി ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എന്ത് കിട്ടണം? കോഎഫിഷ്യൻ്റ് കിട്ടണം അല്ലേ? ഐ ഷുഡ് ഗെറ്റ് ദ കോഎഫിഷ്യൻ്റ് വിച്ച് ഷുഡ് ബി മൾട്ടിപ്ലൈഡ്. സോ വാട്ട് ഐ ഹാവ് ടു ഡു? മോളാർ മാസ് ഡിവൈഡഡ് ബൈ empirical formula mass, അതായത് 98.96 divided by 49.489, that is equal to 2. എനിക്ക് എന്ത് കിട്ടി അവിടെ? I got the coefficient as 2. ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം empirical formula is equal to CH2Cl ആണ്. Now the molecular formula is equal to 2 into CH2Cl, that is equal to C2H4Cl2. ഇത് C2H4Cl2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എഴുതുമ്പോൾ വളരെ ബിഗ് ആയിട്ടൊക്കെ തോന്നും, വളരെ സിമ്പിളാണ്. എന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് കോമ്പസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ യു ഷുഡ് കൺസിഡർ ഇറ്റ് ഇൻ 100 ഗ്രാം. 100 ഗ്രാമിൽ ഇവർ എത്ര പെർസെൻറ്റേജ് ഗ്രാമാ നോക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും. മോൾസ് ഫോർമുല എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അത് കിട്ടി. അതായത് ആറ്റോമിക് ആയതുകൊണ്ട് ആറ്റോമിക് മാസ് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് എഴുതും? അത് വെച്ചിട്ട് കുറേ ഡെസിമലുള്ള വാല്യൂസ് കിട്ടും. ആ ഡെസിമലുള്ള വാല്യൂസ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡെസിമൽസിനൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഒരു എംപിറിക്കൽ ഫോർമുല കിട്ടി. ആ എംപിറിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കും. മോളാർ മാസ് ഉണ്ട്, മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. എംപിറിക്കൽ ഫോർമുല മാസിൻ്റെ കൂടെ ആ ഒരു കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് നമ്മുടെ ഫോർമുല കിട്ടും. പറയാൻ വളരെ കുറേ ഉണ്ട്, പക്ഷേ ചെയ്യാൻ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ ടെക്സ്റ്റ് ബാക്കിൽ കാണാം ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലം. നമ്മളിതൊക്കെ ചെയ്യും കേട്ടോ, ടെക്സ്റ്റ് ബാക്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അപ്പം ഇതാണ് ഓരോ സെറ്റ് ഓഫ് പ്രോബ്ലം ഇതിലുള്ളത്. നമ്മളിപ്പോൾ പെർസെൻറ്റേജും എല്ലാം വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് നോക്കട്ടെ. ഇതേ സെയിം പ്രോബ്ലം നിങ്ങൾ തന്നെ കോപ്പി ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ്റെ ലിങ്ക്. അത് ഇനിയും ഞാൻ എടുക്കില്ല, കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി പഠിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്തൊരു കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.